ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് റോക്ക് റൈഡർ എന്ന ബ്രാൻഡിൻ്റെ ഹൈഡ്രേഷൻ ബാഗിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 മാസമായി. ഞാനിത് യൂസ് ചെയ്ത് എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ അതിന് ശേഷം ഒരു റിവ്യൂ ചെയ്യാമെന്ന് ഓർത്തു. കാരണം നമ്മൾ ഹൈഡ്രേഷൻ ബാഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഭയങ്കര സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഈ ബാഗ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ അറകളുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സ്, നമ്മൾ അത്യാവശ്യം വേണ്ട മൊബൈൽ, അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ നമുക്ക് ക്യാരി ചെയ്യാം. നമ്മുടെ മെയിൻ ബാക്ക് പാക്ക് എന്താ പറയുക, നമ്മുടെ വണ്ടിയിൽ തന്നെ ടൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബഞ്ചി കോഡൊക്കെ ഊരി അതൊക്കെ അതിനകത്തുനിന്ന് പേഴ്സും ഈ മൊബൈലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ചടങ്ങാണ്. ഈ ഒരു ബാക്ക് പാക്കിൽ തന്നെ നമ്മുടെ മൊബൈലൊക്കെ ഇട്ട് വെക്കാനായിട്ടുള്ള കുറേ എന്താ പറയുക അറകളുണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് പാക്ക് എന്താ പറയുന്നത് ഹൈഡ്രേഷൻ ബാഗും കൂടിയാണെന്ന് പറയായത്. ഇതാണ് ഇതിൻ്റെ ഹൈഡ്രേഷൻ ബാഗിൻ്റെ എന്താ പറയുന്നത് വെള്ളം ഫില്ല് ചെയ്യുന്ന ആ പ്ലാസ്റ്റിക് ബാഗ് വരുന്നത്. ഇതിനകത്താണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നത്. ഈ ഒരു എന്താ പറയുന്ന ഹൈഡ്രേഷൻ ബാഗിൻ്റെ കോസ്റ്റ് 1,999 ആണ്. ഇതിൽ സൈസ് 4 ലിറ്റർ എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്കൊരു 1 ലിറ്റർ വെള്ളമേ ഇതിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ആ 1 ലിറ്റർ വെള്ളം നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ആ ഒരു പൈപ്പിൽ കൂടി അതിൻ്റെ എൻഡ് വന്നിട്ട് നമ്മുടെ വായിൽ വെച്ചിട്ട് സിപ്പ് ചെയ്ത് നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവില്ല. ഭയങ്കര കംഫർട്ടബിളാണ് നമുക്ക് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പറ്റണമെന്ന് വെച്ചാൽ. മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അഗെയിൻ നമ്മുടെ ബാഗ് വണ്ടിയിൽ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഊരി അതിൽ നിന്ന് ബോട്ടിലെടുത്തിട്ട് നമുക്ക് വെള്ളം കുടിച്ച് വരുമ്പോൾ കുറേ ടൈം പോകും. ഇതാകുമ്പോൾ ആ എന്താ പറയുക ഹൈഡ്രേഷൻ ബാഗിൽ നിന്ന് വന്നേക്കുന്ന പൈപ്പ് ജസ്റ്റ് വായുടെ അകത്തേക്ക് വെച്ചിട്ട് ഒന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും. നൈസായിട്ട് സിപ്പ് ചെയ്യുക, ആവശ്യം ദാഹം വരുമ്പോൾ സിപ്പ് ചെയ്ത് കൊടുക്കുക, വണ്ടി ഓടിക്കുക. നല്ല ഒരു എന്താ പറയുന്നത് വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ ഇവിടെ ഓപ്പണും ക്ലോസും കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ ഡ്രാഗ് ചെയ്ത് തന്നെയാണ് ഇത് ക്ലോസും ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഓക്കെ, കണ്ട ഓപ്പൺ സൈൻ കണ്ട, ഇത് ക്ലോസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇങ്ങനെ തീട്ടിച്ചിട്ടാണ് ഇതിങ്ങനെ ഊരിയെടുക്കുന്നത്. കണ്ടോ, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ബാഗാണ്, പക്ഷെ അത് പ്രോപ്പർ സീലിംഗ് ആണ് കേട്ടോ സംഭവം. അത് ഡ്രാഗ് ചെയ്ത് കണ്ടോ, ഇതിനകത്തേക്കാണ് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുന്നത്. ഇനി വെള്ളം എടുത്തിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ 750 ml ബോട്ടിലാണ്. എനിക്കൊന്ന് 1 ലിറ്റർ ആണെന്ന് തോന്നുന്നു ബോട്ടിൽ. 750 ml വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ തൽക്കാലം, ഓവറാക്കണില്ല. ഇതുണ്ട്, സിമ്പിളാണ്. വെള്ളമൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മളിപ്പോൾ ഒരു ബോട്ടിലേക്ക് വെള്ളം ഒഴിക്കണതിനേലും എളുപ്പമാണ് ഇതിനകത്തേക്ക്, ഈ പ്ലാസ്റ്റിക് കവറിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം നൈസായിട്ട് ഇങ്ങനെ മടക്കി ഈ ഒരു പൈപ്പിൻ്റെ എൻഡിലാണ് നമ്മൾ എന്താ പറയുന്നത് സിപ്പ് ചെയ്യുന്ന ഭാഗം വരുന്നത്. ഇതിപ്പോൾ മൂടി വെച്ചേക്കനാണ്, അതൊക്കെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ പ്ലാസ്റ്റിക് ബാഗ് ക്ലോസ് ചെയ്യാം. പ്ലാസ്റ്റിക് ബാഗ് ക്ലോസ് ചെയ്യണത് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ആ ഓപ്പണും ക്ലോസും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത്, അതേപോലെ തന്നെയാണ് ഇത് ക്ലോസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പതുക്കെ എന്താ പറയുന്നത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ തീട്ടിച്ചിട്ട് അവസാനം ടിക്കെന്ന് പറഞ്ഞൊരു സൗണ്ട് വരും. അതായത് ലോക്കിംഗ് ആണത്. നമ്മളോർക്കുമ്പോൾ ഇത്രയും ഈ സംഭവം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം ലീക്ക് ആവില്ല. ഇല്ല, വെള്ളം ഒരു തരി ലീക്ക് ആവില്ല, അത് ഗ്യാരണ്ടിയാണ്. കണ്ടോ, ഒരു സൗണ്ട് വരുമ്പോൾ ലോക്കായി. ഇനി നൈസായിട്ട് ബാഗിനകത്തേക്ക് അതിന് ഈ പറഞ്ഞ പ്ലാസ്റ്റിക് ബാഗ് ഇട്ട് വെക്കാൻ തന്നെ ഒരു അറയുണ്ട്. ആ അറയുടെ അകത്തേക്ക്
ഈ ബാഗ് അങ്ങോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് ആ പൈപ്പ് ബാഗിൻ്റെ ഒരു ഹോളുണ്ട്, പൈപ്പ് പുറത്തേക്ക് എടുക്കാനായിട്ടുള്ളൊരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടി തന്നെ പൈപ്പ് എടുക്കുക. പിന്നെ ബാഗ് ഇട്ടിട്ട് ബാഗ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ എന്താ പറയുന്നത് ഹുക്ക് പോലത്തെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്, അതിൽ ഹോൾഡ് ചെയ്ത് വെക്കുക. കണ്ടോ, ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് ആ ലോക്കിംഗ് സിസ്റ്റത്തിൽ. ഇനി നമ്മുടെ പൈപ്പ് മറ്റേ ഹോളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സിബ് കൂട്ടാൻ പറ്റില്ല പ്രോപ്പറായിട്ട്. കണ്ടോ, ഈ ഒരു ഹോൾ ഉണ്ട്, ഈ ഹോളിനകത്ത് കൂടിയാണ് നമുക്ക് ആ പൈപ്പ് പുറത്തേക്ക് ഇടേണ്ടത്, അല്ലെങ്കിൽ സിബ് കൂട്ടാൻ പറ്റില്ല. ഇനി പൈപ്പ് എടുത്തിട്ട് ആ ഹോളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. ഇത് ഭയങ്കര മലവരക്കണ പരിപാടിയൊന്നുമല്ല, സിമ്പിളാണ്. പിന്നെ ഈ പൈപ്പൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഒടിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, നല്ല ക്വാളിറ്റി പൈപ്പാണ്. വേണ്ട, ബാഗ് ക്ലോസ്ഡായി. ഇനി ആ പൈപ്പിൻ്റെ ടിപ്പിൽ അവരിപ്പോൾ എന്താ പറയുന്നത് പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് അവർ സീൽ ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പോൾ സീല് നൈസായിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ. കണ്ടോ, ഒരു സീൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നൈസായിട്ട് പൊളിച്ച് കളയുക. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ചെയ്ത് വെച്ചേക്കണ അവർ. അപ്പോൾ അത് പൊളിച്ച് മാറ്റി കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ കവർ ചെയ്ത് വെച്ചേക്കണത്. ഓക്കെ, പ്ലാസ്റ്റിക് മാറ്റി. ഇനി ഇത് കണ്ട, ഇവിടെ ഓപ്പൺ ക്ലോസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓപ്പൺ ആവും. എന്നിട്ട് ഈ ടിപ്പിൽ സിപ്പ് ചെയ്യണം, നൈസായിട്ട് ബൈറ്റ് ചെയ്യും, അപ്പോൾ വെള്ളം കിട്ടും. ഞാനിത് ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയതാണ്. 1,999 റുപ്പീസായി. സംഭവം ഭയങ്കര വർത്തിയാണ്. എന്താ പറയുന്നത്, വാല്യൂ ഫോർ മണി ഐറ്റമാണ്. പ്രത്യേകിച്ച് നമ്മൾ തലേന്ന് രാത്രി നൈസ് 2 അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡീഹൈഡ്രേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു സാധനം നമ്മുടെ തോളത്തുണ്ടെങ്കിൽ ഭയങ്കര ഹാൻഡി ആയിരിക്കും. നമ്മൾ വെള്ളം കുപ്പി നോക്കി നടക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു.